ജീവിതത്തിൽ ചില ആളുകൾക്കെങ്കിലും ഒരുപക്ഷെ ചെയ്തു പോയ തെറ്റിന്റെ വിഷയത്തിൽ നിരാശയുണ്ടാകും. ഞാനൊക്കെ എങ്ങനെയൊക്കെ തെറ്റ് ചെയ്തല്ലേ, ഞാൻ കുറേ നാള് ഒരു ജാഹിലിയത്തിൽ കഴിഞ്ഞവനല്ലേ, ഇനി എങ്ങനെയാണ് എനിക്ക് അള്ളാഹ് പുറത്തു തരിക എന്ന വിചാരം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ആ വിചാരം അങ്ങ് മാറ്റിവെക്കണം. കാരണം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ വിഷയത്തിൽ നിരാശരാകരുത്. ജീവിതത്തിൽ വലിയ വലിയ തിന്മകൾ ചെയ്തു പോയിട്ടുള്ളവരുണ്ടോ? നിങ്ങൾ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരും. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, എല്ലാ പാപങ്ങളും അവൻ പുറത്തു തരുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ അള്ളാഹു വീണ്ടും പറയാണ്, ഇന്നി ലഗഫാറുൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഞാൻ ഗഫാറാണ്. അള്ളാഹു ഗാഫിറാണ്, അള്ളാഹു ഗഫാറാണ്. ഗാഫിറുദ് ദംബി വഖാബിലുത് തൗബ അള്ളാഹുവിനെ കുറിച്ച് പഠിപ്പിച്ചതാണ്. നമ്മുടെ തൗബകൾ സ്വീകരിക്കാൻ തയ്യാറായി അള്ളാഹു നിൽക്കുന്നു. എന്നിട്ട് അള്ളാഹു പറയാണ്, ലിമൻ താബ വആമന വഅമില സാലിഹൻ സുമ്മ ഇഹ്തദാ. ആര് തൗബ ചെയ്തോ, വിശ്വാസം ക്ലിയറാക്കി സൽക്കർമ്മങ്ങളിൽ ഇനി മുന്നോട്ട് പോയി അങ്ങനെ നേരായ പാതയിൽ നിലനിൽക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഗഫാറാൻ, അവൻ പുറത്തുവരുന്ന. അപ്പൊ ജീവിതത്തിൽ സംഭവിച്ചു പോയ തിന്മകൾ, ആ തിന്മകളെ തിരിച്ചറിഞ്ഞ് അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് റബ്ബേ ഇനി ഞാൻ ആ തെറ്റിലേക്കില്ല, എനിക്ക് നീ പുറത്തു തരണം എന്ന് ആത്മാർത്ഥമായി തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിളിച്ചുകൊണ്ട് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തൂബു ഇലല്ലാഹി തൗബതൻ നസൂഹ. വിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയാണ്, നിങ്ങൾ നാസിഹായ തൗബ ചെയ്യണം. എന്താ നാസിഹായ തൗബ എന്ന് പറഞ്ഞാൽ? നിഷ്കളങ്കമായ നിഷ്കപടമായ തൗബയായിരിക്കണം. അതിൽ 3 ഷർത്തുകളാണ് പണ്ഡിതന്മാർ പറയുന്നത്. ഒന്നാമത്തത്, ചെയ്തു പോയ തിന്മകളെ പൂർണ്ണമായി ഒഴിവാക്കണം. തെറ്റ് ചെയ്തുകൊണ്ടിരിക്കെ തൗബ ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായി ഒഴിഞ്ഞു നിൽക്കണം. രണ്ടാമത്തത്, ചെയ്തു പോയ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് മനസ്സിൽ അതിന്റെ വിഷമമുണ്ടാകണം, ഖേദമുണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്, അന്നദുമു തൗബ. തൗബ എന്ന് പറഞ്ഞാൽ മനസ്സിലുണ്ടാകുന്ന ഖേദം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ്. ഇനി മൂന്നാമത്തത്, ആ തിന്മയിലേക്ക് അവസരം കിട്ടിയാൽ വീണ്ടും ചെയ്യാമെന്ന ലക്ഷ്യത്തോടു കൂടിയല്ല തൗബ ചെയ്യേണ്ടത്. മറിച്ച് എത്ര വലിയ അവസരം കിട്ടിയാലും റബ്ബേ ഇനി ഞാൻ ആ തിന്മയിലേക്ക് മടക്കയാത്ര ഇല്ല എന്ന ദൃഢനിശ്ചയം ഉണ്ടാകണം. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, നാസിഹായ തൗബ എന്ന് പറഞ്ഞാൽ തിരിച്ച് തിന്മയിലേക്ക്, ചെയ്തു പോയ തിന്മയിലേക്ക് തിരിച്ചു മടങ്ങാത്തതാണ്. ഏതുപോലെ എന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു അകിടിൽ നിന്ന്, പശുവിന്റെ അകിടിൽ നിന്ന് പാല് പുറത്തേക്ക് വന്നാൽ ആ പാല് തിരിച്ചു പോകുകയില്ല, ആ അകിടിലേക്ക് തിരിച്ചു കടക്കുകയില്ല എന്നത് എത്രമാത്രം ദൃഢമുള്ള വിഷയമാണോ നമുക്ക്, അതുപോലെ ദൃഢമുണ്ടാകണം. ഞാൻ ഇനി ആ തിന്മയിലേക്ക് തിരിച്ചില്ല എന്ന് തിരിച്ചറിഞ്ഞു ബോധ്യപ്പെട്ട് അങ്ങനെ ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ടായിരിക്കണം ആ തൗബ ചെയ്യേണ്ടത് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. നാലാമത്തെ ഒരു ഷർത്തു കൂടിയുണ്ട്. അത് മനുഷ്യനുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ, ഞാൻ ഒരു വ്യക്തിയുമായി ചില വിഷയങ്ങളുണ്ടെങ്കിൽ ആ വ്യക്തിയുമായി ആ ബന്ധപ്പെട്ട വിഷയത്തെ സമീപിച്ച് അദ്ദേഹത്തിൽ നിന്ന് പൊറുക്കലിനെ തേടണം, എന്നിട്ടായിരിക്കണം തൗബ ചെയ്യേണ്ടത് എന്നുകൂടി പണ്ഡിതന്മാർ നാലാമത്തെ ഷർത്തായിക്കൊണ്ട് നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അങ്ങനെ തൗബ ചെയ്താലോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ തൗബ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, യബ്സുത്തു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഅൻ നഹാർ. പകലിൽ തിന്മ ചെയ്തവർ അവർ തൗബ ചെയ്യാൻ വേണ്ടി രാത്രി അവർ ഉപയോഗപ്പെടുത്തുന്നെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ 2 കരങ്ങൾ വിരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തൗബ സ്വീകരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ്. അതേ വിഷയം വീണ്ടും പറഞ്ഞു, രാത്രിയിൽ തിന്മ ചെയ്തു പോയവർ അവർ പകലിൽ തൗബ ചെയ്യാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ 2 കരങ്ങൾ, അല്ലാഹുവിന്റെ കരങ്ങൾ വിശാലമാക്കിക്കൊണ്ട് തൗബ സ്വീകരിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ സുദീർഘമായ ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹു പറയുന്നു എന്ന് പറഞ്ഞ് ഖുദ്സിയായ ഹദീസിൽ കാണാം, യബ്ന ആദം ലൗ ബലഗത് ദുനൂബ് അനാന സമാഇ സുമ്മ ഇസ്തഗ്ഫർതനി ഗഫർതു ലക. അല്ലാഹു പറയാണ്, ആകാശം മുട്ടുവോളം തിന്മ ചെയ്തിട്ട്, ആകാശം മുട്ടുവോളം തിന്മ ചെയ്തിട്ടാണ് നീ എൻ്റെ അടുത്ത് വന്ന് തൗബ ചെയ്യണമെങ്കിൽ ഞാൻ നിനക്ക് പുറത്തുവരുന്ന. അതേ ഹദീസിൽ വീണ്ടും പറഞ്ഞു, യബ്ന ആദം, ആദം സന്തതിയെ, ഇന്നക ലൗ അതൈതനി ബിഖുറാബിൽ അർദി ഖതായ. ഈ ഭൂമി നിറച്ച്, ഈ ഭൂമി എത്ര വിശാലാണ്, ഈ ഭൂമി നിറച്ച് തിന്മയുമായി കൊണ്ടാണ് നീ എൻ്റെ അടുക്കലേക്ക് തൗബയുമായി വരുന്നത്.
പക്ഷേ അവിടെ ഒരു കണ്ടീഷൻ കൂടി ഉണ്ട് കേട്ടോ. ലാ തുശ്രിക് ബി ഷൈഅ, എന്നിലൊന്നും പങ്കു ചേർക്കാത്ത അവസ്ഥയിലാണ് നിന്റെ ജീവിതമെങ്കിൽ, തൗഹീദുള്ള വ്യക്തിയാണെങ്കിൽ, അത് അടിവരയിടേണ്ട വാചകാണ്. തൗഹീദുണ്ട്, ശിർക്കില്ലാത്ത ജീവിതമാണെങ്കിൽ അവൻ ചെയ്ത തിന്മകൾ അത് ഭൂമി നിറച്ചാണെങ്കിലും ശരി, തിന്മ ചെയ്യാനുള്ള ലൈസൻസ് അല്ല ഇത്, അതുകൂടി മനസ്സിലാക്കണം. അറിവില്ലാത്തതിൻ്റെ പേരിൽ തിന്മ ചെയ്തു പോയിട്ടുണ്ട് എങ്കിൽ അവൻ തൗബ ചെയ്തു മടങ്ങിക്കഴിഞ്ഞാൽ അള്ളാഹ് പറയാണ് ആ ഭൂമിയോളം നിറച്ച് മഗ്ഫിറത്തുമായി കൊണ്ട് ഞാൻ നിന്റെ അടുക്കലേക്ക് വരും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും പാപമോചനം തേടിയിട്ടുണ്ട്, പാപമോചന പ്രാർത്ഥനകൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മജ്ലിസിൽ ഇരുന്ന് എണീക്കുമ്പോഴേക്ക് 100 തവണ പ്രവാചകൻ ഇസ്തിഗ്ഫാർ തേടിയിരുന്നു എന്നാണ്. പാപമോചനം ലഭിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഇസ്തിഗ്ഫാർ തേടിയിട്ടുണ്ടെങ്കിൽ പാപികളായ എന്നെയും നിങ്ങളെയും സംബന്ധിച്ചിടത്തോളം നമ്മൾ എത്രത്തോളം പാപമോചനം തേടണമെന്നും തൗബ ചെയ്യണമെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതോടൊപ്പം ഈ രാത്രികളിൽ, ഇനിയുള്ള രാത്രികളിൽ ഒഴിഞ്ഞിരുന്ന് റബ്ബിലേക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കാൻ മനസാന്നിധ്യത്തോടു കൂടി പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തേണ്, മനസാന്നിധ്യത്തോടു കൂടി പ്രാർത്ഥിക്കണം. ചില ആളുകൾ എന്തെന്ന് വെച്ചാൽ ഈ മതിലിലേക്ക് ചാരിയിരിക്കും, പള്ളിയുടെ ചുമരിലേക്ക് ചാരിയിരിക്കും, എന്നിട്ട് കൈകൾ പൊക്കും, അവിടെ നടക്കുന്ന എല്ലാം നോക്കിക്കാണും, എന്നിട്ട് പ്രാർത്ഥിക്കും. ആ പ്രാർത്ഥനയിൽ അർത്ഥമില്ല, ഗാഫിലായ കൽബ് എന്നാണ്. അങ്ങനെയുള്ള പ്രാർത്ഥന റബ്ബ് സ്വീകരിക്കൂല. നമ്മൾ റബ്ബിലേക്ക് പൂർണ്ണമായി ഒഴിഞ്ഞിരുന്ന് അള്ളാഹുവിൻ്റെ സ്മരണയോടുകൂടി മനസാന്നിധ്യത്തോടുകൂടി നമ്മൾ നമ്മുടെ തിന്മകൾ എടുത്തു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ, റബ്ബിനോട് തേടാൻ, റബ്ബിനോട് കരഞ്ഞ് നമ്മുടെ കണ്ണുകൾ നനച്ച് റബ്ബിനെ കുറിച്ച് ഓർത്ത്, ആ റബ്ബിൻ്റെ മഖാമിനെ ഓർത്ത് നമ്മൾ റബ്ബിനോട് തേടാൻ, പ്രാർത്ഥിക്കാൻ, പാപമോചനം തേടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളുടെ ക്വാളിറ്റി എടുത്തു പറഞ്ഞപ്പോൾ അല്ലാഹു പറഞ്ഞത് വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. നമ്മൾ ആലോചിക്കേണ്ട ആയത്താണ്. വബിൽ അസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. 23 ദിവസം നമ്മൾ അത്താഴം കഴിക്കാൻ എണീറ്റിട്ടുണ്ട്. 23 ദിവസം നമ്മൾ അത്താഴം കഴിക്കാൻ എണീറ്റിട്ടുണ്ട്. ആ അത്താഴം കഴിക്കാൻ എണീറ്റ സമയത്ത് എത്ര പേർ തൗബ ചെയ്തിട്ടുണ്ടാവും? എത്ര പേർ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും? വിശ്വാസികളുടെ ക്വാളിറ്റി ആയിക്കൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അത്താഴത്തിന്റെ സമയത്ത് അവർ അള്ളാഹുവിനോട് പാപമോചനം തേടുന്നവരാണ് എന്ന്. നമ്മളൊന്ന് വിലയിരുത്തണം. ചെയ്തിട്ടില്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളെങ്കിലും അത് ചെയ്യാൻ, തൗബ ചെയ്യാൻ നമുക്ക് സാധിക്കണം, പാപമോചനം തേടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ തേടിയാലോ, ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുത്തത്വഹിരീൻ. അല്ലാഹ് ഇഷ്ടപ്പെടുന്ന തൗബ ചെയ്യുന്നവരെ അല്ലാഹ് ഇഷ്ടപ്പെടും. മാത്രമല്ല, ഇന്ന് വ്യത്യസ്തമായ രാജ്യങ്ങളിൽ നിർഭയത്വമില്ലാതെ വിശ്വാസികൾ പോലും കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പലരും അതിന്റെ വിഷയത്തിൽ പല വിധത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. നാട്ടിൽ വരാൻ കഴിയാതെ ഫ്ലൈറ്റ് ക്യാൻസൽ ആയവർ, സ്വന്തം ജോലിക്ക് പോകാൻ കഴിയാതെ വീട്ടിനുള്ളിൽ കഴിയുന്നവർ, നമ്മുടെ നാടുകളിൽ പോലും ഇന്ന് പാചകവാതകത്തിന് ക്ഷാമം നേരിട്ട സാഹചര്യം അല്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഇസ്തിഗ്ഫാർ ചെയ്യുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്ന് നൽകും, നിർഭയത്വം നൽകുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയണം. അവർക്ക് മേൽ അല്ലാഹ് ശിക്ഷ ഇറക്കുകയില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ വീണ്ടും നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അങ്ങനെ ഒട്ടനവധി ഓഫറുകളാണ് ഇസ്തിഗ്ഫാർ ചെയ്യുന്നവർക്ക് ലഭിക്കാനിരിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ ഒരു വിഷയം പറഞ്ഞപ്പോൾ, ഇസ്തിഗ്ഫാറിന്റെ വിഷയം പറഞ്ഞപ്പോൾ 4 ആയത്തുകളിൽ 4 വ്യത്യസ്തമായ ഓഫറുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു നൂഹിലൂടെ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. ഫഖുൽതുസ്തഗ്ഫിറു റബ്ബക്കും ഇന്നഹു കാന ഗഫാറ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്ന് പാപമോചനം നൽകുമെന്ന് പറഞ്ഞു. യുർസിലിസ് സമാ അലൈക്കും മിദ്റാറ. ചൂട് കൂടി വരാൻ, ഒരല്പം ആശ്വാസം കിട്ടാൻ ഒന്ന് മഴ പെയ്തിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന സമയം അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല മഴ പെയ്യിപ്പിക്കുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു. നമ്മുടെ മക്കൾ അതിൽ അഭിവൃദ്ധി നൽകും, മക്കളെ തരുമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ സമ്പത്തിൽ അഭിവൃദ്ധി നൽകുമെന്ന് പറഞ്ഞു, കൃഷിയിൽ അഭിവൃദ്ധി നൽകുമെന്ന് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ ഓഫറുകൾ ഇസ്തിഗ്ഫാറിലൂടെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുമെന്ന് തിരിച്ചറിയണം. അതിലെല്ലാം ഉപരി ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ കഴുകിക്കളഞ്ഞ് നമ്മുടെ മനസ്സിനെ സംസ്കരിക്കാൻ, തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.